അദ്ദേഹം എന്താ പറഞ്ഞ് ഞാൻ കേട്ടില്ല. നിങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ ഇതുവരെ കേട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ജനങ്ങളിത് മനസ്സിലാക്കുന്നവരാണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. ഈ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും അറിയാം. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും തീരുമാനിച്ചാൽ ഒരു തീരുമാനം അതിൻ്റെ ഭാഗം ഉണ്ടാകുന്നൊരു പാർട്ടിയല്ല. കളക്റ്റീവായിട്ടാണ് ഏത് കാര്യവും ചെയ്യുന്നത്. ഒരു പാർട്ടി കമ്മിറ്റി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ പാർട്ടി കമ്മിറ്റിയുടെ ഭാഗമായ എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തും. ചിലപ്പോൾ ചില കാര്യത്തിന് മേലെ കൂടുതലായ പരിശോധന ആവശ്യമെങ്കിൽ ചിലപ്പോൾ കമ്മീഷൻ വയ്ക്കും. അങ്ങനെയെല്ലാം കൂടെ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് പല സംഘടനാ തീരുമാനവും പാർട്ടിയെ സംബന്ധിച്ച് കൈക്കൊള്ളുന്നത്. അതിൽ പാർട്ടി തീരുമാനം എടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായ അഭിപ്രായം ചിലപ്പോൾ വന്നേക്കാം. വ്യത്യസ്ത അഭിപ്രായം വന്നാൽ ഭൂരിപക്ഷം പേർ പറയുന്ന തീരുമാനം ഏതാണോ അത് അംഗീകരിച്ചു പോകുന്നൊരു സിസ്റ്റമാണ് പാർട്ടിയുടെ സംഘടനാപരമായ സിസ്റ്റം. എല്ലാ തീരുമാനങ്ങളും അങ്ങനെയാണ്. പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതുതായി ഇപ്പോൾ പാർട്ടി വരുന്നൊരു യൂത്തായാലും ഒരു വിദ്യാർത്ഥിയായ ഒരാൾ ഉൾപ്പെടെ ഈ പാർട്ടിയുടെ ഭാഗമാണ്. എല്ലാവരുടെയും കൂടെ അധ്വാനമാണ് പാർട്ടി. അപ്പോൾ ഓരോ കാലത്തും വരുന്നവർക്ക് അതിൻ്റെതായ പ്രാധാന്യം കാണും. അപ്പോൾ എൻ്റെ പ്രായത്തിൽ എനിക്ക് പാർട്ടി വരാൻ പറ്റും. എന്നേക്കാൾ മുതിർന്നവർക്ക് എന്നേക്കാൾ മുൻപ് പാർട്ടി വരാൻ പറ്റും. ഞാൻ പ്രവർത്തിക്കുന്ന കാലത്തെ സാമൂഹികമായ ചുറ്റുപാടായിരിക്കില്ല മുതിർന്ന ആളുകൾ പ്രവർത്തിച്ച കാലത്ത് സാമൂഹികമായ അന്തരീക്ഷം. ആ സാമൂഹിക അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവും. പിന്നീട് വരുന്ന ഓരോ ആളുകളും അവർ പ്രവർത്തിക്കുന്ന കാലത്തെ സാഹചര്യം എന്തോ ആ സാഹചര്യത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കാലം ഏതായാലും ആ കാലത്തിനിടയിൽ നിന്ന് പാർട്ടിയെ വളർത്താൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ പാർട്ടി അംഗത്തിൻ്റെയും പാർട്ടി നേതാക്കളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം അതിന് വിഘ്നമുണ്ടാകുന്ന തരത്തിലേക്കുള്ള ചില രീതികൾ സമീപകാലത്ത് ഉണ്ടാകുന്നു എന്ന് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ ഇന്നിപ്പോൾ സജി ചെറിയാനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ആയിട്ടാണ് ഒരു ക്ലിപ്പിങ്സ് ഞാൻ കണ്ടത്. അദ്ദേഹം എന്ത് പഠിച്ചു? അദ്ദേഹം ഇന്നലെ സംസാരിച്ചത് എന്താണ്? നിങ്ങളുടെ തന്നെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കുന്ന ആളാണ് ജി സുധാകരൻ, ഞങ്ങളുടെ മുതിർന്ന നേതാവാണ്, അദ്ദേഹം പാർട്ടിയുമായിട്ട് പൂർണ്ണമായിട്ട് ചേർന്ന് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു സെൻറ്റൻസ് പറഞ്ഞു. ആ പറഞ്ഞതിനകത്ത് പിന്നെ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. എന്തെല്ലാമോ വ്യക്തിപരമായി പോലും പരാമർശിക്കുന്ന ഒരു രൂപത്തിൽ അദ്ദേഹത്തിനെതിരായി സംസാരിക്കുകയാണ്. ഇതെല്ലാവർക്കും പറയാൻ കാണും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് ശ്രീ ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന ഒരാളോട് ഞങ്ങളാരും അങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞങ്ങളും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു നേതാവാണ്. ഞങ്ങളെല്ലാം വളരെ ജൂനിയറായ നേതാക്കന്മാരാണ്. അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടിയുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ തരത്തിലേക്കൊന്നും അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി ഒന്നും പറയാറില്ല. ഇപ്പോൾ ഇന്നലത്തെ ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞത് ഫേസ്ബുക്ക് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്ക് തോന്നും അമ്പലപ്പുഴ ജനപ്രതിയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന മട്ടിലാണ്. നിങ്ങൾ തന്നെ അദ്ദേഹത്തെ ഇന്നലെ പ്രക്ഷേപണം ചെയ്ത വാർത്തയുടെ താഴേക്ക് നിങ്ങളുടെ തന്നെ കമൻറ്റ് റിപ്പോർട്ടർ TV ആണെന്ന് തോന്നുന്നു ആദ്യം പോയത്, പിന്നെ മീഡിയ രണ്ടെണ്ണം ഞാൻ കണ്ടത്. നിങ്ങൾ രണ്ട് ചാനലുകാർ നിങ്ങൾ താഴേക്ക് എടുത്ത് കമൻറ്റ്സ് ഇത് വായിച്ചു നോക്ക്. ഈ കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ എന്താണ് ആ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ. അദ്ദേഹം ആ കമൻറ്റ്സ് കാണുന്നുള്ളത് എനിക്കറിയില്ല. അതിനകത്ത് അമ്പലപ്പുഴക്കാരെല്ലാം കൂടി ചേർന്ന് കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും ജനപ്രതിനിധി ഇത്തരമൊരു തെറ്റായ കാര്യം ചെയ്യുന്നു എന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു പെറ്റീഷൻ കൊടുക്കൂ, പോലീസ് പെറ്റീഷൻ കൊടുക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനൊന്നും നേരമില്ല. എൻ്റെ ഫേസ്ബുക്ക് എഴുതാൻ പോലും എനിക്ക് നേരമില്ല. എന്നിട്ടോ പിന്നെ ഞാൻ ഇതിന് നടക്കേണ്ട കാര്യം? അതൊന്നും എൻ്റെ കൾച്ചറല്ല, ഞങ്ങളുടെ ആരുടെയും കൾച്ചറല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമപരമായി കൊടുക്കാം, അല്ലെങ്കിൽ പാർട്ടി മുമ്പാകെ പരാതി കൊടുക്കാം. മുൻപ് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, മുൻപ് അദ്ദേഹത്തെ ആക്ഷേപിച്ചൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്ഷേപം വന്നപ്പോൾ എന്നോട് നിങ്ങൾ പ്രതികരണം ചോദിച്ച് ഞാൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനെതിരെ അങ്ങനെ എഴുതാൻ പാടില്ല, എഴുതുന്നത് തെറ്റാണെന്നാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം പരസ്യമായിട്ട് പറഞ്ഞത്. ഇതാണ് നമ്മുടെ നിലപാട്. ഒരു തരത്തിലും അങ്ങനെയുള്ളൊരു കൾച്ചർലെസ്സായ പണികൾ ചെയ്യുന്ന രീതി ഞങ്ങളാരും പാർട്ടിയിൽ നിന്ന് പഠിച്ചിട്ടില്ല, ഞങ്ങളുടെ പാർട്ടി അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. പിന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ഒരു പ്രതികരിക്കാൻ തോന്നുന്ന കാര്യം അദ്ദേഹം തന്നെ ചിന്തിക്കുന്നതാണ് നല്ലത്. നല്ല ചിന്താശേഷിയുള്ള ആളാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറ്റുമായിട്ടൊക്കെ വരുന്നത്, അദ്ദേഹം ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടാവും.
അതൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നല്ലവണ്ണം അദ്ദേഹത്തെ അറിയാം. എനിക്ക് പ്രായം വളരെ കുറവ്, അദ്ദേഹവുമായി തെറ്റിച്ച് നോക്കും, പ്രായം കുറവാണെങ്കിലും അദ്ദേഹത്തെ എല്ലാ രീതികളെക്കുറിച്ചും പൊതുവെ ബോധ്യമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലോ കൃത്യമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല. അത് പാർട്ടിയെ ദോഷപ്പെടുത്തി പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല. അതാണ് വിളിച്ച കേസിൽ പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. മിഥുൻ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് സമൂഹ മാധ്യമത്തിലൂടെ വിളിച്ചത്. അതിൽ ആ മിഥുനെതിരെ ഒരു താക്കീത് പോലും ഇതുവരെ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടില്ല. അത് പാർട്ടി മുമ്പാകെ പരാതിയായിട്ട് വന്ന സന്ദർഭത്തിൽ അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി ചർച്ച നടത്തി അയാളോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മറുപടി ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഞങ്ങൾ വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം വന്ന കാര്യം വളരെ സീരിയസ് ആയി എടുക്കുന്നൊരു പാർട്ടിയാണ്. അത് ഏതെങ്കിലും ഒരാൾ നിശ്ചയിക്കുന്ന പോലെ ഒന്നും ചെയ്യുന്ന കാര്യമല്ല. അതെല്ലാം കൃത്യമായ നിലപാട് അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ആ മറുപടി വെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ശ്രീ ജി സുധാകരൻ്റെ പാർട്ടി എക്സ്പീരിയൻസും സജി ചെറിയാൻ്റെ എക്സ്പീരിയൻസും രണ്ടാണ്. പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തിച്ച കാലത്തിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ സഖാവ് സജി ചെറിയാൻ പാർട്ടിയിൽ SFI മുതൽ പാർട്ടിയിലേക്ക് വന്ന ശേഷം വളരെ ആത്മാർത്ഥമായ നല്ല ത്യാഗം സഹിച്ച് തല്ലി മേടിച്ച് ജയിലിൽ കിടന്ന് എല്ലാ നിലയ്ക്കും അനുഭവിച്ച പാർട്ടി സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ആളാണ്. അതൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെക്കുറിച്ചില്ല. ഇപ്പോഴും അക്ഷീണമായി പാർട്ടിയെ ബിൽഡ് ചെയ്യാൻ പ്രവർത്തിക്കുന്ന ആളാണ്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ വീടെടുത്ത് സമൂഹത്തിന് അറിയാതല്ല. ഇപ്പോൾ ചെങ്ങന്നൂർ പോലൊരു മണ്ഡലത്തിൽ അദ്ദേഹം രണ്ടാമത് മത്സരിക്കുമ്പോൾ മൃഗീയമായ ഭൂരിപക്ഷം ജയിച്ചു. എങ്ങനെ ജയിച്ചത്? അവിടുത്തെ പാർട്ടി ജനവിഭാഗത്തിന് മാത്രമല്ല, പാർട്ടി അതീതമായ ജനവിഭാഗത്തിൻ്റെ മനസ്സിലും കയറിക്കൂടിയ വ്യക്തിത്വമായി സജി ചെറിയാൻ വളർന്നതുകൊണ്ടാണ് അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചത്. ഇപ്പോഴും പാർട്ടി പരിപാടികളിൽ നിന്ന് പൂർണ്ണമായും ജി സുധാകരനെ ഒഴിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യം പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, അത് അങ്ങനെ വിളിക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങ് ഒഴിവാക്കപ്പെടുന്നതാണോ? ബോധപൂർവമായൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നേരത്തെ മുൻപൊരു വാർത്ത കൊടുത്തു, കൃഷ്ണപിള്ള ദിനം എല്ലാ വർഷവും അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഇത്തവണ വിളിച്ചില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ തന്നെ ഒരു ഫയലൊന്നും നോക്കണ്ടേ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ? പി കൃഷ്ണപിള്ള ദിനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് ഒരിക്കലും. അദ്ദേഹം വയലാറിലേക്കുള്ള ദീപശിഖ കൊളുത്തുന്ന ചടങ്ങാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. VS കഴിയാതായ സമയം തൊട്ട് അദ്ദേഹമാണ് ചെയ്യുന്നത്. ആ ചടങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം വരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ പി കൃഷ്ണപിള്ള ദിനം നിർവഹിച്ചത് നിങ്ങൾ നോക്കിക്കോ, ബാക്കിലേക്കുള്ള 3-4 വർഷത്തെടുത്ത് നോക്കിക്കോ, അദ്ദേഹം ഉദ്ഘാടകനായിട്ട് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ കള്ളവാർത്ത കൊടുത്തു. അദ്ദേഹം കഴിഞ്ഞ വർഷം ഒരു ഉദ്ഘാടകനായിരുന്നു, ഈ പ്രാവശ്യം വിളിച്ചില്ല. ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ വാർത്ത കൊടുത്തിട്ട് വിളിച്ചായിരുന്നു ഞങ്ങളുടെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന് ചുമതല വഹിക്കുന്ന സമയത്തുള്ളതുപോലെയുള്ള പരിപാടിയിൽ ഒരു പക്ഷം ഉണ്ടാവില്ല. പക്ഷെ ആരും നിഷേധിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്ന സാഹചര്യമൊന്നും അതിലൊന്നും ഇല്ല. പക്ഷേ അതെല്ലാം വെച്ചുകൊണ്ടാണ് സജി ചെറിയാൻ ആ ഒരു കാര്യം പറഞ്ഞത്, ചേർന്ന് പോകണമെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വരുന്നു, ആരും ഒന്നും പറഞ്ഞുകൂടാ, അദ്ദേഹത്തിന് പറയാമെന്നില്ലല്ലോ. അദ്ദേഹവും പാർട്ടി മെമ്പർഷിപ്പ് നിൽക്കുമ്പോൾ പാർട്ടിക്കെതിരായി പറയാൻ പാടില്ല, ഞാനും പറയാൻ പാടില്ല, ആരും പറയാൻ പാടില്ല. പാർട്ടിക്കകത്ത് പറയാം, ഏത് അഭിപ്രായം പാർട്ടിക്കകത്ത് പറയാം. സുധാകരൻ പറഞ്ഞത് പറയേണ്ടവർ പറയാത്തതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നതെന്നാണ്. ഇത്രയും നിരന്തരമായ അവഹേളനം ഉണ്ടാകുമ്പോഴും ആരും പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് എനിക്ക് പറയേണ്ടി വരുന്നതെന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിലും ഞാൻ മറുപടി പറയാൻ ആളല്ല, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. പാർട്ടി എന്ന നിലയ്ക്കൊരു പൊതുവായ രീതിയുണ്ട്. ആ രീതി പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യം പറയുക എന്നുള്ളതാണ്. അതിന് പകരം മാധ്യമങ്ങളോടും മറ്റുമെല്ലാം പാർട്ടിക്ക് അകത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം, എതിരാളിയുടെ ഭാഗത്തുനിന്ന് കൈയടി കിട്ടുന്ന കാര്യങ്ങൾ പറയുന്ന രീതി ശരിയല്ല. അത് പാർട്ടിക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും അംഗീകരിക്കില്ല പാർട്ടി, മറ്റാര് പറഞ്ഞാലും അത്തരം കാര്യം പാർട്ടി അംഗീകരിക്കുന്ന പ്രശ്നമില്ല.